ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ? അതൊരു നാടൻ സ്റ്റൈലിൽ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിൽ നമ്മൾ അതിൻ്റെ വെള്ളം വാലുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കറി കട്ട് പീസസ് ആയിട്ടാണ് നമ്മളത് എടുത്തിരിക്കുക. എടുത്ത് നമ്മൾ 2 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ദെൻ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പു, പട്ട, അതുപോലെ തന്നെ നമ്മൾ ബേ ലീഫ് എടുത്തിട്ടുണ്ട്, സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, അതുപോലെ പുതിനയിലയാണ് നമ്മൾ ഇലകളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മസാല പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂണാണ് മുളക് പൊടി. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗരം മസാല 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റ് മസാല നമ്മൾ എടുത്തിട്ടുണ്ട്, അതും 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുക. പിന്നെ നമുക്ക് ചിക്കൻ മസാല 1/4 ടേബിൾ സ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സ്പൈസസ് ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്തു. അതോടൊപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരണം. നമ്മൾ കറി വെക്കുന്ന ടൈമിൽ തന്നെ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടുപ്പിച്ച് കട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കറി സ്റ്റാർട്ട് ചെയ്താൽ ക്വിക്കായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. നന്നായിട്ട് ഇത് സോട്ടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 തക്കാളി, ഒരു ചെറിയ സൈസിലുള്ള 2 തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു പാകത്തിലേക്ക്, അതായത് ഈ തക്കാളി എല്ലാം വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ഒരു പാകത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് ശേഷമായിരിക്കും നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഇറച്ചി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. കുക്കറിൽ വെക്കുന്ന അതിനേക്കാളും ഒരു 10 മിനിറ്റും കൂടിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരത്തുള്ളൂ. നന്നായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു തീ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നല്ല രീതിയിൽ നമുക്ക് കറിയിൽ പാകമാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലാസ് എല്ലാം നമ്മളിതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലയെല്ലാം നന്നായിട്ട് മൊരിയിച്ച് എടുക്കുന്ന ഒരു പാകത്തിന്, അതായത് ഇതിൻ്റെ കളറെല്ലാം മാറി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത സവോള, തക്കാളി അതിൻ്റെയൊപ്പം ഈ ഒരു അതിലേക്ക് നന്നായിട്ട് ആഡപ്പായതിന് ശേഷമായിരിക്കും നമ്മൾ ചിക്കൻ പീസസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഏതെങ്കിലും പീസസ് ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതൊന്ന് ഉടച്ചെടുത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഒഴിച്ച എണ്ണ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ മതി. അപ്പോൾ നമ്മളിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മസാലയൊക്കെ മൂക്കാനായിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ആ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പാകമാണ് നമ്മുടെ മസാലയെല്ലാം മൂത്തു, അതായത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ലൊരു ടേസ്റ്റിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റും. അതെല്ലാം മസാല നന്നായിട്ട് മൂത്ത ശേഷം നമ്മളതിലേക്ക് കിഴങ്ങ് ആഡ് ചെയ്യുകയാണ്, ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ കറിക്കിപ്പം എക്സ്ട്രാ നമ്മൾ പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ അങ്ങനെയൊന്നും ഈ കറിയിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കറിക്ക് കുറച്ചൊരു കൊഴുപ്പ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന മസാലാസിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചിക്കനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ്, ഇപ്പം ഇതുപോലെയുള്ള ചില ആൾക്കാർ കൂർക്ക ആഡ് ചെയ്യാറുണ്ട്, ബീഫൊക്കെ മേനത്ത് കൂർക്കയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മൾ കിഴങ്ങാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മൂത്ത ശേഷം നമ്മളതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പീസസിലേക്ക് നമുക്ക് ഇനി ഈ മസാല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അത്യാവശ്യം നമുക്ക് ഈ ഒരു 1.5 കിലോ ചിക്കന് പാകമായിട്ട് വേണ്ട മസാലാസാണ് നമ്മൾ എടുത്തിരിക്കുക. അതായത് നമുക്ക് തിക്കായിട്ടുള്ള ഒരു കറി തന്നെയായിരിക്കും. നമ്മൾ പിന്നെ അതിനെ കുറച്ചും കൂടി ഒന്ന് നമ്മൾ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ചോറിനാണെങ്കിൽ ഒത്തിരി ചാറ് നമുക്ക് വേണ്ട, മറ്റെന്തെങ്കിലും കറികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചാറൊക്കെ ആക്കാൻ പാകത്തിനുള്ള ഒരു മസാല ക്വാണ്ടിറ്റി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിനി ഇത് പാത്രം ചട്ടി നമ്മൾ അടച്ചു വെച്ച് കറി വേവിക്കുകയാണ്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് ഈ ചിക്കൻ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് വേവിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ നന്നായിട്ട് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിയ ചിക്കൻ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് ചാറ് അതിൽ നിന്ന് തന്നെ കിട്ടുന്നത്.
നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസമാണ് നമ്മളിത് കറി വെക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ ഗ്രേവി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ വാങ്ങി തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ചാറ് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. താങ്ക്